അതിനകത്ത് ഈ എത്തിയിരിക്കുന്ന കണ്ടെയ്നേഴ്സ് എല്ലാം തുറന്നിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന്റെ അർത്ഥം അതിനകത്തുള്ള ഉണ്ടായിരുന്ന പിന്നെ രാസവസ്തുക്കൾ പുറത്തേക്ക് കടൽ വെള്ളത്തിൽ എത്തിയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ കൃത്യമായിട്ടൊരു അനാലിസിസ് വേണ്ടതാണ്. കാരണം 3 കാര്യങ്ങളാണ്, 3 തരത്തിലുള്ള രാസവസ്തുക്കളാണ് ഇതിനകത്തുള്ളത്. ഒന്നാമത്തത് ഈ അവർ പറയുന്ന വെരി ലോ സൾഫർ ഫ്യൂവൽ എന്ന് പറയുന്ന സാധാരണ ഈ പിന്നെ എഞ്ചിൻ പ്രവർത്തിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഡീസൽ ഓയിലാണത്. പിന്നെ മറൈൻ ഗ്യാസ് ഓയിൽ അതിനകത്തുണ്ട്. മൂന്നാമത്തത് ഈ കാൽഷ്യം കാർബൈഡ് എന്ന് പറയുന്ന വസ്തുവാണ്. അപ്പൊ ഇതിനകത്ത് ഇത് മൂന്നും പിന്നെ സമുദ്ര പരിസ്ഥിതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവയാണ്. ഒരു വിഭാഗം, അതായത് ഹസാഡസ്, വളരെ അപകടമായ രാസവസ്തു എന്നുള്ള ലേബലിനകത്ത് എന്താണ് ഉള്ളതെന്ന് ഇപ്പോഴും കൃത്യമായിട്ട് ആ ട്രാൻസ്പോർട്ടിംഗ് കമ്പനി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോ അത് ഈ ഓയില് അതുപോലെ തന്നെ ഡീസൽ, ഇത് രണ്ടും ലോങ് ടേം ആയിട്ട് അതിനകത്ത് പ്രധാനമായിട്ട് കാണുന്നത് അരോമാറ്റിക് ഹൈഡ്രോ കാർബണുകളാണ്. അത് ദീർഘകാലം വെള്ളത്തിൽ നിലനിൽക്കുകയും അതുപോലെ തന്നെ ജീവികളുടെ ശരീരത്തിൽ സൂക്ഷിക്കപ്പെടാൻ സാധ്യതയുള്ളതുമായ രാസവസ്തുക്കളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഈ അവിടുത്തെ സമുദ്ര പരിസ്ഥിതി, ജലം, അതുപോലെ തന്നെ അടിയിലുള്ള സെഡിമെന്റ്, അതുപോലെ തന്നെ ജീവികൾ, ഇവയെ പിന്നെ പഠന വിധേയമാക്കണം. അതിനകത്ത് എത്രത്തോളം ഈ രാസവസ്തുക്കൾ ഏത് തരത്തിലുള്ള രാസവസ്തുവാണെന്നും അത് എത്രമാത്രം അടിഞ്ഞുകൂടിയിട്ടുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതും നിരീക്ഷിക്കുന്നതും മനുഷ്യരുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ഇതിലിപ്പോൾ പല കണ്ടെയ്നറുകളും കാലിയാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ഒഴുകി നടക്കുന്ന ചില കണ്ടെയ്നറുകളുണ്ട്. അതിലൊക്കെ എന്താണ് എന്നുള്ള ഒരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ അതിലൊക്കെ ഈ താങ്കൾ പറഞ്ഞ പോലെ രാസവസ്തുക്കളാണെങ്കിൽ ഇതിനോടകം തന്നെ കടലിലേക്ക് ലയിച്ചിട്ടുണ്ടാവുമോ? അതെ, തുറന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കടലിലേക്ക് അത് എത്തിയിട്ടുണ്ടാവണം. കാരണം തുറന്ന് ബാക്കി പൊട്ടാത്ത കണ്ടെയ്നേഴ്സിനകത്ത് ഈ പറഞ്ഞ എന്തെങ്കിലും ഏതാണ് ഡീസൽ, ഓയിൽ അല്ലെങ്കിൽ ഈ കാൽഷ്യം കാർബൈഡ് ആണ്. അതിനകത്ത് ഒരു വിഭാഗത്തിൽ മാത്രമാണ് ഹസാഡസ്, വളരെ അപകടകരമായ രാസവസ്തു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്താണെന്നുള്ളത് അതിനകത്ത് ഇപ്പോഴും ഉടമസ്ഥതയിലുള്ള കമ്പനി എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വളരെ ഈ വെള്ളത്തിൽ കലരുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ തീരത്ത് ഏറ്റവും അധികം മത്സ്യബന്ധനം നടക്കുന്ന ഒരു മേഖലയാണ് കൊല്ലം, ആലപ്പുഴയും. അപ്പൊ അതുകൊണ്ട് തന്നെ തുടർ നിരീക്ഷണം അത്യാവശ്യമായിട്ട് വേണ്ടിവരും. ഇതിലിപ്പോ ഇങ്ങനെ ഈ കലരുകയാണെങ്കിൽ കടലിൽ ഇതിനോടകം തന്നെ കലർന്നു കഴിഞ്ഞൊരു സമയമാണെങ്കിൽ പിന്നീട് നമുക്കിതിൽ എന്താണ് ചെയ്യാൻ പറ്റുക? പിന്നീട് ഇതിനകത്ത് ഈ പിന്നെ ഓയിൽ റിമൂവ് ചെയ്യാനുള്ള സാങ്കേതിക വിദ്യകൾ എല്ലാം ഡെവലപ്ഡ് ആണ്. പക്ഷെ എന്നാലും ഈ ലോകത്തെ എല്ലാ ഓയിൽ പിന്നെ പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ഷിപ്പ് ആക്സിഡന്റുകളിലും ദീർഘകാലം ഈ മൂലകങ്ങൾ ഈ പരിസ്ഥിതിയിൽ നിൽക്കുന്നു എന്നതാണ് ഇതുവരെയുള്ള വിലയിരുത്തൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊരു ഷോർട്ട് ടേം, ലോങ് ടേം ഇംപ്ലിക്കേഷൻസ് ഉണ്ടാകും. തുടർ നിരീക്ഷണത്തിന് വിധേയമാക്കേണ്ടി വരും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.